Friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ വളരെ ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കുമാവുന്ന ഒരു ചെറിയ ട്രിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഡബിൾ ടാപ്പ് സ്ക്രീൻഷോട്ട് എന്ന് പറയും. അതായത് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ടാപ്പ് സ്ക്രീൻഷോട്ട് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ സ്ക്രീനിൽ 2 പ്രാവശ്യം ടച്ച് ചെയ്തുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു ഈസി മെത്തേഡിനെ കുറിച്ചാണ്. അപ്പോൾ അത് ചില ഫോണുകളിലൊക്കെ ഡീഫാൾട്ടായിട്ട് തന്നെ സെറ്റിംഗ്സിലുണ്ടാവും, കമ്പനി തന്നെ നൽകിയിട്ടുണ്ടാവും. അത് നിങ്ങൾ മിക്കവാറും ഫോണുകളുടെ അഡീഷണൽ സെറ്റിംഗ്സിലോ അല്ലെങ്കിൽ അക്സസിബിലിറ്റി സർവീസിലോ പോയി കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ്സ് അവിടെ കാണാൻ സാധിക്കും. എന്നാൽ ചില ഫോണുകളിലൊന്നും ഈ ഒരു കമ്പനിക്കാർ ഈ ഒരു ഫീച്ചർ നൽകിയിട്ടില്ല. അത്തരംകാർക്ക് വേണ്ടി ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ ഒരു ഫീച്ചർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഡബിൾ ടാപ്പ് എപ്പോൾ വേണമെങ്കിലും ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് എന്താണോ അത് നമുക്ക് ഈസി ആയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡബിൾ ടാപ്പ് എ സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പെർമിഷൻ ചോദിക്കും. പെർമിഷനുകളെല്ലാം തന്നെ നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ക്യാപ്ചറിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇവിടെ സ്റ്റാർട്ട് നൗ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് ജസ്റ്റ് സ്റ്റാർട്ട് നൗ കൊടുക്കുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മെനു ഓപ്ഷനിൽ പോയതിനു ശേഷം സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ഇതിൻ്റെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് നമ്മുടെ ഫോണിൻ്റെ ഏത് ഫോൾഡറിലേക്ക് വരണമെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്റേണൽ മെമ്മറി സ്റ്റോറേജിലോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ സ്റ്റോറേജിലോ SD കാർഡിലോ വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോൾഡർ വേണമെന്നുള്ളത് നിങ്ങൾക്ക് ബ്രൗസ് എന്ന പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാപ്ചർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് സൗണ്ട് വേണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓൺ ആക്കിയിടാം. അതുപോലെ തന്നെ ടാപ്പ് സെൻസിറ്റിവിറ്റി ലോ, മീഡിയം, ഹൈ ഇതിലേത് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്തും ഡബിൾ ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. കണ്ടോ, ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ സാധിക്കും. അത് ഏതിൽ വഴിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. പ്ലേ സ്റ്റോർ വഴി നമ്മൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ വളരെ ഈസി ആയിട്ടും ഈ ഒരു ഇതുവഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡബിൾ ടാപ്പ് മാത്രം ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് റെഡി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഫയൽ മാനേജറിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ സാധിക്കും. ഫയൽ മാനേജർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സ്ക്രീൻഷോട്ട് എടുത്താൽ കണ്ട പിക്ചർ ക്യാപ്ചർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ സ്ക്രീൻഷോട്ട് എടുത്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.